നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് ഡിവൈഎഫ്ഐ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. കൂടുതൽ ട്രെയിൻ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാന്റീൻ വീണ്ടും അടച്ചുപൂട്ടി. പ്രഭാത ഭക്ഷണത്തിൽ പാറ്റയുടെ അവശിഷ്ടം. വൃത്തിഹീനമായ ഹോട്ടലിനെതിരെ പ്രതിഷേധം. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് സ്പെക്ട്ര വിദ്യാഭ്യാസ പ്രദർശനം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി. വാർത്തകൾ വിശദമായി. ട്രെയിൻ യാത്രാ ദുരിതം കേന്ദ്ര സർക്കാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്നാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ട്രെയിൻ യാത്രാ ദുരിതം കേന്ദ്ര സർക്കാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ച് ഡിവൈഎഫ്ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ജെയ്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കേരളത്തോട് കേന്ദ്രം അവഗണന കാട്ടുന്നുവെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. കൂടുതൽ ട്രെയിനുകൾ നൽകുന്നില്ലെന്നു മാത്രമല്ല, ജനറൽ കമ്പാർട്ട്മെന്റുകൾ അധികമായി ഏർപ്പെടുത്താതെ യാത്രക്കാരെ ദുരിതത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാരെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് ജെയ്ക് സി തോമസ് ആരോപിച്ചു. സൂപ്പർ ഫാസ്റ്റ് അടക്കമുള്ള 300 ട്രെയിനുകളാണ് കേരളത്തിലാകെ സമ്പാദ്യമായിട്ടുള്ളത്. പക്ഷേ ഈ 300 ട്രെയിനുകളും 5 ലക്ഷം യാത്രികരും ഉണ്ടെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിനും കോഴിക്കോടിനും ഇടയിൽ പ്രതിദിനം പരിഗണന നടത്തുന്ന എത്ര ട്രെയിനുണ്ട്? അത് കേവലം 10 ട്രെയിനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. 5 ലക്ഷം പ്രതിദിന യാത്രികർ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക നൽകി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന കേരളത്തിൽ വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റത്തേക്ക് പ്രതിദിന ആവശ്യത്തിന് യാത്ര ചെയ്യാൻ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന പരമാവധി ട്രെയിനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 10-ൽ താഴെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തിന് ഈ ദുര്യോഗം നേരിടേണ്ടതായി വരുന്നു. വേണാട് എക്സ്പ്രസിൽ യാത്രക്കാർ തലചുറ്റി വീണ സംഭവം ഞെട്ടിക്കുന്നതാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 5 ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിച്ച് യാത്രാ ദുരിതം പരിഹരിക്കണമെന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. കോട്ടയം റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിജേഷ് കെ ബാബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ, ബ്ലോക്ക് സെക്രട്ടറി അജിൻ കുരുവിള ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാന്റീൻ അടച്ചുപൂട്ടി. ക്യാന്റീനിൽ നിന്നും വാങ്ങിയ പ്രഭാത ഭക്ഷണത്തിൽ പാറ്റയുടെ അവശിഷ്ടം കണ്ടതോടെയാണ് ക്യാന്റീൻ അടപ്പിച്ചത്. വൃത്തിഹീനമായി പ്രവർത്തിക്കുന്ന ക്യാന്റീനെതിരെ പ്രതിഷേധം ശക്തമാണ്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലെ ക്യാന്റീൻ വീണ്ടും അടച്ചുപൂട്ടി. ആശുപത്രി ക്യാന്റീനിൽ നിന്നും വാങ്ങിയ പ്രഭാത ഭക്ഷണത്തിൽ ചത്ത പാറ്റയെ കണ്ടെത്തിയെന്ന പരാതിയെ തുടർന്നാണ് ക്യാന്റീൻ അടച്ചുപൂട്ടിയത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാൾ ക്യാന്റീനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണത്തിലാണ് പാറ്റയെ കിട്ടിയത്. വാഴൂർ സ്വദേശി കണ്ടംപ്ലാക്കൽ KG രഘുനാഥാണ് ആശുപത്രി അധികൃതർക്ക് പരാതി നൽകിയത്. ചൊവ്വാഴ്ച വാങ്ങിയ പ്രഭാത ഭക്ഷണത്തിൽ വണ്ടിനെയും ബുധനാഴ്ച വാങ്ങിയ പ്രഭാത ഭക്ഷണത്തിൽ പാറ്റയും ലഭിച്ചു എന്നാണ് രഘുനാഥന്റെ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുകയും തുടർന്ന് ക്യാന്റീൻ അടച്ചിടാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ക്യാന്റീൻ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതിനു ശേഷം മാത്രമേ തുറന്ന് പ്രവർത്തിക്കാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതാനും മാസം മുമ്പ് ഇവിടെ നിന്ന് തന്നെ പാഴ്സൽ നൽകിയ ബിരിയാണിയിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിലും ഇതേ ക്യാന്റീൻ അടച്ചുപൂട്ടിയിരുന്നു. പ്ലാസ്റ്റിക് പേപ്പറുകളിൽ പാഴ്സലായി നൽകിയ ഭക്ഷണത്തിലാണ് കീടങ്ങളെ കണ്ടെത്തിയതെന്നും അതിനാൽ ഇനി മുതൽ പാത്രങ്ങളിൽ മാത്രമേ ഭക്ഷണം പാഴ്സലായി നൽകാവൂ എന്ന് നിർദ്ദേശം നൽകിയതായും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ സ്പെക്ട്ര വിദ്യാഭ്യാസ പ്രദർശനം ആരംഭിച്ചു. ആന്റണി MP ഉദ്ഘാടനം ചെയ്തു. ഏതൊരു പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ അറിവും വിനോദവും സാധ്യമാകുന്ന വിധത്തിലാണ് സ്പെക്ട്ര ഒരുക്കിയിരിക്കുന്നത്. അറിവിന്റെ വാതായനങ്ങൾ തുറന്നു നൽകി കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിൽ സ്പെക്ട്ര വിദ്യാഭ്യാസ പ്രദർശനം ആരംഭിച്ചു. കോളേജിന്റെ വജ്രജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോളേജിലെ രാജ്യാന്തര നിലവാരത്തിലുള്ള ലബോറട്ടറികൾ, പൂന്തോട്ടം, സസ്യശാസ്ത്ര, ജന്തുശാസ്ത്ര വിഭാഗങ്ങളിലെ ആകർഷകമായ ശേഖരങ്ങൾ ഇവയെല്ലാം പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സോയിൽ മ്യൂസിയം, താളിയോലകൾ, ഗെയിംസ് കോർണർ, ഹെർബൽ, ബൊട്ടാണിക്കൽ ഗാർഡൻ, വിദേശഫല വൃക്ഷ സ്റ്റാളുകൾ, ചിപ്പി, പവിഴപ്പുറ്റ്, വിവിധങ്ങളായ ഫോസിലുകൾ ഇവയെല്ലാം പ്രദർശനത്തിലുണ്ട്. പ്രകൃതിയുടെ പരിണാമവും
എന്നതും ഏറെ ശ്രദ്ധേയമാണ്. വിവിധ ഇനങ്ങളിലുള്ള വിത്തുകൾ, പയറിനങ്ങൾ, ആഗോളതാപനം, സുഗന്ധലോകം, നാണയശേഖരം, RBI ATM മെഷീൻ, ട്രേഡിംഗ് പ്രാക്ടീസ് ഇവയെല്ലാം പ്രദർശനത്തിലുണ്ട്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സ്റ്റാളുകളും ശ്രദ്ധേയമാണ്. കൂടാതെ പട്ടാളക്കാരുടെ സാധന സാമഗ്രികൾ, തോക്കുകൾ, ലോകരാജ്യങ്ങൾ ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പഴയകാല പത്രങ്ങളുടെ വിപുലമായ ശേഖരവും 1890 ഇറങ്ങിയ മലയാള മനോരമ പത്രത്തിന്റെ ആദ്യ പതിപ്പും പത്രശേഖരത്തിൽ ഉൾപ്പെടും. ചിരട്ടയിൽ തീർത്ത കരകൗശല വസ്തുക്കളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനം ശനിയാഴ്ച സമാപിക്കും. സമീപ പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ നിന്നായി നൂറുകണക്കിന് കുട്ടികൾ പ്രദർശനം കാണാൻ എത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വൈക്കം കൊടുതുരുത്തിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ഭാര്യയ്ക്ക് പരിക്കേറ്റു. മുട്ടത്തിപ്പറമ്പ് ഉള്ളാടശ്ശേരിൽ ജിബുമോനാണ് മരിച്ചത്. ഭാര്യ സുരമ്യയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം മടങ്ങി വരികയായിരുന്നു. കൊടുത്തുരുത്ത് ഭാഗത്ത് വെച്ച് നിയന്ത്രണം നഷ്ടമായ ഓട്ടോറിക്ഷ താഴേക്ക് മറിയുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ FSCTOയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നടപടികൾക്കെതിരെയും ഓൾ ഇന്ത്യ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിന്റെ ഭാഗമായി FSCTOയുടെ നേതൃത്വത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ കൂട്ടധർണ നടത്തി. PFRDA നിയമം പിൻവലിക്കുക, ആനുകൂല്യം ഉറപ്പാക്കുന്ന പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ധർണയിൽ ഉന്നയിച്ചു. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ നൂറുകണക്കിന് അധ്യാപകരും ജീവനക്കാരും അണിനിരന്നു. തുടർന്ന് കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ നടന്ന ധർണ കോൺഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഡെന്നി CV ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. KPMS കോട്ടയം ജില്ലാതല നേതൃസംഗമം കോട്ടയം KPS മേനോൻ ഹാളിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. KPMS കോട്ടയം ജില്ലാതല നേതൃസംഗമം കോട്ടയം KPS മേനോൻ ഹാളിൽ നടന്നു. സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് A സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗം KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കീഴാള ജനവിഭാഗങ്ങളുടെ മോചനവും സ്ത്രീ പുരുഷ സമത്വവും സാധ്യമായില്ല എന്നതാണ് 19, 20 നൂറ്റാണ്ടുകളിലെ നവോത്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ടായ പരിവർത്തന പ്രവർത്തനങ്ങളെയാണ് പൊതുവെ നവോത്ഥാനം എന്ന് വിവക്ഷിക്കുന്നത്. ആ നവോത്ഥാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറെ പ്രവർത്തനങ്ങൾ നടന്നു, കുറെ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടന്നു. മനുഷ്യരായി പരിഗണിക്കാത്ത ആളുകളുടെ പൗരാവകാശത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ വിവിധ തലങ്ങളിലും വിവിധ തരത്തിലും വിവിധ സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ദൗർബല്യമായി ഇപ്പോഴും വിലയിരുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കീഴാള ജനവിഭാഗങ്ങളുടെ മോചനവും സ്ത്രീ പുരുഷ സമത്വവും സാധ്യമായില്ല എന്നതാണ് 19ഉം 20ഉം നൂറ്റാണ്ടുകളിലുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമായി വിലയിരുത്തപ്പെടുന്നത് ഇപ്പോഴും. അസിസ്റ്റന്റ് സെക്രട്ടറി അഖിൽ K ദാമോദരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK കൃഷ്ണകുമാർ, MK മോഹനൻ, ശ്രീജിനി സജീവ്, രമേശൻ മേക്കാനാമറ്റം, EG സജീവ്, അജിത്ത് കലറ, മനോജ് കൊട്ടാരം തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ ശാഖാ യൂണിയൻ തലത്തിലുള്ള നേതാക്കളും പ്രധാന പ്രവർത്തകരും സംഗമത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഈസ്റ്റ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ ആശുപത്രിക്കായി വിവിധ സാമഗ്രികൾ നൽകി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഏറ്റുവാങ്ങി. കോട്ടയം ഈസ്റ്റ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജനറൽ ആശുപത്രിക്കായി വിവിധ സാമഗ്രികൾ വിതരണം ചെയ്തു. OP വിഭാഗത്തിൽ രോഗികൾക്ക് വിവരം നൽകാനുള്ള വീഡിയോ വാൾ, വാട്ടർ പ്യൂരിഫയർ, വേസ്റ്റ് ബിൻ എന്നിവയാണ് ഈസ്റ്റ് റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ നൽകിയത്. ആശുപത്രിയിൽ നടന്ന യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ആശുപത്രിയുടെ വികസനത്തിനായി റോട്ടറി ക്ലബ്ബ് നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് MLA പറഞ്ഞു. നല്ല കാര്യം പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് കാണുകയും അതിന് ഫലവത്തായ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്യും. ഞാനതുകൊണ്ട് ഈസ്റ്റ് റോട്ടറി ക്ലബിൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പ്രസിഡന്റ്, സെക്രട്ടറി എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മളുടെ ഈ ആശുപത്രി സത്യം പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു ആശുപത്രിയാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ രോഗികളുടെ എണ്ണം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിൻ്റെ മധ്യത്തിൽ ഇവർ ശ്വാസം മുട്ടുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏത് നല്ല കാര്യത്തിലും നമ്മളുടെ ഈ ജനലാശുപത്രിയിൽ നിന്നൊരു പ്രപ്പോസൽ വന്നാൽ
അതിന് ഫസ്റ്റ് പ്രപ്പോസൽ എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും കൈകാര്യം ചെയ്യും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ആശുപത്രി മുമ്പോട്ട് കൊണ്ടുപോകണം. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സാമഗ്രികൾ ഏറ്റുവാങ്ങി. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശാന്തി, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വത്സല വേണുഗോപാൽ, ഡോക്ടർ രതി, സെക്രട്ടറി അഡ്വക്കേറ്റ് CB ചേനപ്പാടി, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ PK ആനന്ദക്കുട്ടൻ, പോൾസൺ പീറ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലാ സെന്റ് തോമസ് കോളേജിൽ പ്ലാറ്റിനം ജൂബിലി മെഗാ രക്തദാന ക്യാമ്പ് നടത്തി. 75 പേർ രക്തം ദാനം ചെയ്തു. പാലാ സെന്റ് തോമസ് കോളേജിൽ മെഗാ രക്തദാന ക്യാമ്പ് നടത്തി. NSS യൂണിറ്റും ലയൺസ് ക്ലബ്ബ് ഓഫ് കൊല്ലപ്പള്ളിയും പാലാ ബ്ലഡ് ഫോറവും ഫെഡറൽ ബാങ്കും സംയുക്തമായി SH മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കിന്റെയും സെന്റ് തോമസ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിന്റെയും സഹകരണത്തോടെ മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തിയത്. ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്വന്തം രക്തം മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് കൊടുക്കുക എന്നുള്ളതിനേക്കാൾ വലിയ ഒരു കാരുണ്യ പ്രവർത്തനം നമുക്ക് എന്നാൽ വളരെ ബുദ്ധിമുട്ട് കൂടാതെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു പ്രവർത്തനമാണ്. പലർക്കും ഇതേക്കുറിച്ചൊക്കെ ആശങ്കകളും തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ട്. ബ്ലഡ് കൊടുക്കുമെന്ന് വെച്ച് ദാനം ചെയ്തത് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. വളരെ വേഗത്തിൽ തന്നെ അത് വീണ്ടും നമ്മുടെ ശരീരത്തിൽ അത് ജനറേറ്റ് ചെയ്ത് വരുമെന്നുള്ളതാണ്. പലർക്കും ഭയമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കോളേജിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ 75 പേർ രക്തദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലാ. മേവട ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് ഈ മാസം 28-ന് തെളിതെളിയും. ആഘോഷം 1 വർഷം നീണ്ടുനിൽക്കും. ആയിരങ്ങൾക്ക് അറിവിന്റെ അക്ഷര വെളിച്ചം പകർന്നു നൽകിയ മേവട ഗവൺമെന്റ് LP സ്കൂൾ ശതാബ്ദി നിറവിൽ ഇതിന്റെ ഭാഗമായി 1 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് 28-ന് തുടക്കം കുറിക്കും. രാവിലെ 10 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് കേരള സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിക്കും. സമ്മേളനത്തോടനുബന്ധിച്ച് മേവട കലാ ആസ്വാദക സംഘം, കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഷാഡോ കമ്മ്യൂണിക്കേഷൻ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ലോക അധ്യാപക ദിനമായ ഒക്ടോബർ 5-ന് വിദ്യാലയത്തിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുടെയും ഇവിടെ പഠിച്ച് വിവിധ തുറകളിൽ അധ്യാപകരായവരുടെയും സംഗമം സ്കൂൾ അങ്കണത്തിൽ നടത്തും. സംഗമം ഗവൺമെന്റ് ചീഫ് വിപ്പ് N ജയരാജ് MLA ഉദ്ഘാടനം ചെയ്യും. നവംബർ 9-ന് LP UP HS വിഭാഗം വിദ്യാർത്ഥികൾക്കായി അഖില കേരള പ്രസംഗ മത്സരം, ക്വിസ് മത്സരം, ചിത്രരചന മത്സരം എന്നിവ സംഘടിപ്പിക്കും. ഡിസംബർ 28-ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ വിദ്യാർത്ഥിയായ പ്രശസ്ത നോവലിസ്റ്റ് ജോസ് മംഗലശ്ശേരിയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശനവും സ്നേഹവിരുന്നും പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടത്തപ്പെടുന്നു. 2025 ജനുവരി 26-ന് അഖില കേരള പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും ഫെബ്രുവരി 8-ന് ശാസ്ത്രാവബോധ സെമിനാറും സംഘടിപ്പിക്കും. 2025 മാർച്ചിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും സുവനീർ പ്രകാശനവും വിവിധ മത്സരങ്ങളുടെ സമ്മാനദാനവും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു. ലോക അധ്യാപക ദിനത്തിൽ മേവട ഗവൺമെന്റ് LP സ്കൂളിൽ നാളിതുവരെയായി പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരുടെയും അവിടെ നിന്നും പഠിച്ച് അധ്യാപകരായിട്ടുള്ളവരുടെയും സംഗമം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഉദ്ഘാടനം ചെയ്യും. ആ സമ്മേളനത്തിൽ 18ാം വയസ്സിൽ അധ്യാപകനായി പാലാ സെന്റ് തോമസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വിരമിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ദരിവേലി മുഖ്യപ്രഭാഷണം നടത്തുന്നതും നിരവധി അധ്യാപക സുഹൃത്തുക്കൾ, പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കുന്നതുമാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ ലീലാമ ബിജു, ലീന മാത്യു, ജിനോ M, സക്കറിയ ബാബു, K ജോർജ്, TR വേണുഗോപാൽ, പത്മകുമാർ മേവട എന്നിവർ പങ്കെടുത്തു. 1925-ലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. 1928-ൽ സർക്കാർ ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. പൂഞ്ഞാർ സെന്റ് ആന്റണി സ്കൂളിന് മുന്നിൽ പൊതുനിരത്തിനോട് ചേർന്ന് ടാർ മിക്സിംഗ് നടത്തുന്നത് സ്കൂൾ നടത്തിപ്പിനെ ബാധിക്കുന്നു. പൂഞ്ഞാർ പാതാമ്പുഴ റോഡിലാണ് സ്കൂൾ മതിലിന് താഴെ പ്രധാന റോഡ് സൈഡിൽ ടയർ അടക്കം കത്തിച്ച് ടാർ ഒരുക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ ട്രെയിൻ യാത്രാ ദുരിതം പരിഹരിക്കണമെന്ന് DYFI കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച്. കൂടുതൽ ട്രെയിൻ അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയുടെ ക്യാന്റീൻ വീണ്ടും അടച്ചുപൂട്ടി. പ്രഭാത ഭക്ഷണത്തിൽ പാറ്റയുടെ അവശിഷ്ടം. വൃത്തിഹീനമായ ഹോട്ടലിനെതിരെ പ്രതിഷേധം. അറിവിന്റെ വാതായനങ്ങൾ തുറന്ന് സ്പെക്ട്ര വിദ്യാഭ്യാസ പ്രദർശനം കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.